അതെ, നല്ല അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടി നമ്മളെ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രം മാറിയിട്ട് നല്ല അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 2 ഏക്കർ 21 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10-700 കവുങ്ങുണ്ട്, കുറേ തെങ്ങുണ്ട്, ജാതി മരങ്ങളുണ്ട്. അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന നല്ല കിടിലൻ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ഒരു കിണറാണ്, വറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട്. പിന്നെ നമുക്ക് സൈഡ് വഴി തോടൊഴുകുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല നല്ല അടിപൊളി നല്ലൊരു സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മളെ ഈ ചാനൽ, ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യുന്നതിനായിട്ട് ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള കിണറും ഉണ്ട്, ഒരു കുളവും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിപ്പോ കിണറാണ്. അപ്പൊ ഇതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വെള്ളമാണ്, നല്ല വറ്റാത്ത വെള്ളം ഫുൾ ടൈം ഉണ്ടാവും നിങ്ങൾക്ക്. 365 ദിവസം ഇതേമാതിരി നല്ല വെള്ളമുള്ളതാണ് കേട്ടോ. വെള്ളത്തിന് നമുക്ക് അടുത്ത പറമ്പിലോ അപ്പുറത്തും ഇപ്പുറത്തും പോവുക അങ്ങനത്തെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? അതെ, ഈ പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. പറമ്പിലെ ആവശ്യത്തിനാണെങ്കിലും വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പിന്നെ നമ്മൾ ഈ ജാതിക്കായ്ക്ക് എന്തായാലും വില ഉണ്ട് നമുക്കറിയില്ല കേട്ടോ. അതിന്റെ മാർക്കറ്റ് വാല്യൂ നമുക്കറിയില്ല. പക്ഷെ നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ സാധനവും നമുക്ക് വേറെ തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാരണം അതിന്റെ ജാതിപത്രി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അതിന്റെ കുരു ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതിന്റെ പുറമെയുള്ള സ്കിന്ന്, അതിന്റെ തൊലി ഉണ്ടല്ലോ, അതെല്ലാം ഇതിന് മരുന്നായിട്ടും മറ്റുമൊക്കെ ആയിട്ട് നെയ്ച്ചോറ്, ബിരിയാണി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നല്ല കായ്ക്കുന്ന ജാതി ഏകദേശം ഒരു 5 എണ്ണം ഉണ്ട് ഈ പറമ്പിൽ കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ നല്ല വലിയൊരു മരം അറച്ച് കായ്ക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ കായ ഏകദേശം അതിന്റെ സീസൺ കഴിഞ്ഞ് തുടങ്ങിയതാണ്, എന്നാലും ഉണ്ട് കുറെ കായ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഏകദേശം 5ഓളം മരം ഉണ്ട്. ഇതേ മരത്തിൽ നല്ല വലിയ മരം കേട്ടോ. വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ കവുങ്ങാണ്. ഒരു 10-700 കവുങ്ങുണ്ട്. ഏകദേശം ഒരു 400 കായ്ക്കുന്നതും പിന്നെ ഒരു 300 ഇതേപോലത്തെ തൈക്കവുങ്ങളാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 വർഷം 2-ാം വർഷം ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കവുങ്ങ് തൈകളൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക അല്ലേ, അത്യാവശ്യം നല്ല ഇതൊക്കെ അല്ലേ ഇനി തൈയൊക്കെ നോക്കിയൊക്കെ നല്ല നല്ല തൈകളാട്ടോ. അതൊക്കെ കണ്ടില്ലേ. പിന്നെ നമ്മളീ ഒരു പ്ലോട്ട് വരുന്ന റോഡിന് അപ്പുറമാണ് കേട്ടോ. റോഡിന് മേലെ കുറച്ച് ഭാഗം ആയിട്ടും പിന്നെ റോഡിന് താഴെയായിട്ട് കുറച്ച് ഭാഗം. പിന്നെ നമുക്ക് അവിടെ ഒരു തോട് ഒഴുകുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ മൊത്തം സ്പ്രിംഗ്ലെയർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലേ, ഫുള്ള് നനയ്ക്കാനായിട്ട് എല്ലായിടത്തും പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് സ്പ്രിംഗ്ലെയർ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. പൈപ്പിൻ്റെ കണക്ഷനൊന്നും ഇനി എക്സ്ട്രാ കണക്ഷനൊന്നും കൊടുക്കണ്ടേ, മോട്ടർ ഇട്ടാൽ മതി. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഫ്രീ ആണ് കേട്ടോ. അതൊക്കെ നനയ്ക്കുന്നതിനൊക്കെ ഫുള്ള് ഫ്രീ ആണ്. അതിന് എക്സ്ട്രാ പൈസ നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കണ്ട. കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന അതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് 2 മോട്ടറുണ്ട്. 2 മോട്ടർ ഉപയോഗിക്കുന്നത് അല്ല. ഇതിലെല്ലാം സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഇതാണ് നമ്മളെ പറമ്പിലുള്ളൊരു കുളം. അത്യാവശ്യം നോക്കി നമ്മളെ പറമ്പ് നനയ്ക്കാനും നമുക്ക് കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇതിനകത്ത്. കണ്ടല്ലേ, നിറച്ച് വെള്ളം ഉണ്ടല്ലേ. വെള്ളത്തിന്റെ നല്ല സൗകര്യമുള്ള രീതിയാണ്. അതുപോലെ ഇതാണ് മോട്ടർ വെക്കാനുള്ളൊരു ചെറിയൊരു ഷെഡും ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമ്മളിപ്പോ ഒരു സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട്, വെള്ളം, വഴുതല നമ്മൾ നോക്കുക. അതിൽ വെള്ളം ഇല്ലാതെ നമുക്ക് ഒരു സ്ഥലം എവിടെയും എടുത്തിട്ടും കാര്യമില്ല അല്ലേ. കൃഷിക്കാണെങ്കിലും വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിലും. നോക്കി കവുങ്ങൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഈ തോടിൻ്റെ സൈഡിലൊക്കെ ആകുമ്പം അത്യാവശ്യം നല്ലോണം ആകുകയും ചെയ്യും, പെട്ടെന്ന് വളരുകയും ചെയ്യും അല്ലേ കവുങ്ങ്. അതെ. ഇനി നമ്മൾ തോടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ തോടൊന്ന് നോക്കി ഞങ്ങൾ വെള്ളമൊക്കെ നോക്കി കണ്ടോ. തോട്ടിലൊക്കെ നല്ല വെള്ളം ഉണ്ടല്ലോ എപ്പോഴും. ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു തോടും ഉണ്ട് കേട്ടോ. കവുങ്ങൊക്കെ നല്ല നല്ല തൈയാണ് അല്ലേ. നമ്മൾ ഇതേപോലത്തെ 300 കവുങ്ങുകളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ വലിയ കവുങ്ങുകൾ ഏകദേശം ഒരു 400 ഉണ്ട് കായ പിടിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം കായ പിടിച്ചു തുടങ്ങിയില്ലേ ഈ കവുങ്ങുകളൊക്കെ. അതെ, കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റിയ ആൾക്കാർക്ക് അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ.
കാരണം നമ്മളെ ഈ 2 ഏക്കർ സ്ഥലത്തിനല്ല നമുക്ക് വീടും അതുപോലെ കവുങ്ങ് തെങ്ങ് റബ്ബർ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായാൽ പുറത്ത് നമുക്ക് വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമ്മളെ വീട് ഇതാ കാണുന്നതാണ് കേട്ടോ. പിന്നെ ഇതാക്കണം കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതായി കാണുന്നതാണ്. കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുള്ളതാണ്. പിന്നെ ഇതാക്കണ് തെങ്ങ് നല്ല കായ്ക്കണ തെങ്ങ് ഏകദേശം 35ഓളം തെങ്ങുണ്ട് കേട്ടോ. അതേമാതിരി ഒരു 5-ാം വർഷം പ്രായമായ തെങ്ങ് ഏകദേശം ഒരു 40ഓളം തെങ്ങുണ്ട്. പിന്നെ ഇനി നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിന് ഇതാക്കുന്ന മെഷീൻ വരെയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി മെഷീനാട്ടോ. നോക്കിന് എന്താ സ്മൂത്ത് അറിയോ. പിന്നെ ഇവർക്കൊരു 58 സെന്റ് സ്ഥലം കൂടി അപ്പുറത്തുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിനാണ് ഇപ്പോൾ ഒരു മെഷീൻ വരെയും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല നല്ല സെറ്റപ്പ് ഉണ്ട് അല്ലേ. വെള്ളത്തിന്റെ സൗകര്യത്തിനാണെങ്കിലും വെള്ളത്തിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ നല്ല വെള്ളം ഉണ്ട്. അതുപോലെ ഷീറ്റ് ഉറയിച്ച് വെക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇനിയിപ്പം ഭാവിയിൽ നിങ്ങൾ റബ്ബർ തോട്ടമൊക്കെ പാട്ടത്തിന് എടുക്കുക അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഷൻ വരെ ഉപയോഗിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ മിഷൻ വിറ്റിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ആക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ 58 സെന്റ് സ്ഥലം ഉള്ളത് അതും കൂടി മേടിക്കുകയും ചെയ്യുക. അല്ലെ അതിൻ്റെ കൂടെ അടുത്തുള്ള 58 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിനകത്ത് ഏകദേശം ഒരു 110 റബ്ബറാണുള്ളത്. അതിനകത്തുനിന്ന് ഏകദേശം ഒരു 10-16 ഷീറ്റ് നമുക്ക് സീസണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 8 ഷീറ്റാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ. പിന്നെ കാരണം ഇപ്പം മാർച്ച് ഇതിപ്പോൾ ഏപ്രിൽ ആകാനായില്ലേ. അത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ തുടങ്ങായില്ലേ. ഇപ്പൊ നിലവിൽ 8 ഷീറ്റ് ഇപ്പൊ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ പറമ്പിൽ പ്ലാവ് മാവ് അങ്ങനെ ഫലവൃക്ഷങ്ങൾ അത്യാവശ്യം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ. ചക്കൊക്കെ ഇഷ്ടംപോലെ കായ്ച്ചു കിടക്കണം കേട്ടോ. ഇപ്പൊ അവിടെ വീടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ടാവും. ഞാൻ കുറച്ചുകൂടെ എത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മളെ വീട്ടില് അത്യാവശ്യം നമുക്ക് കാപ്പി ഇടാനൊക്കെ ആവശ്യത്തിന് കാപ്പിയൊക്കെ ഉണ്ട്. അത്യാവശ്യം വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ കേട്ടോ. ഇനി നമുക്ക് ബാക്കി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. അത്യാവശ്യം നല്ല വരുമാനമൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് 2 ഏക്കർ 21 സെന്റ് സ്ഥലമാണുള്ളത് മൊത്തം. നല്ല മണ്ണുള്ള സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ കടച്ചക്കാണിട്ടത് കടപ്ലാവാണ് ഇത് കേട്ടോ. നിറയെ കായ്ക്കാണ്. ഇപ്പൊ ഇതിന്റെ കായന്റെ ടൈം കഴിഞ്ഞാൽ തോന്നുന്നുണ്ട്. വലിയ മരമാണ്. ഇതൊന്നും അധികം കാണാൻ കിട്ടല്ല അല്ലേ. കടച്ചക്കൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വേറെ സംഭവം കാണിച്ചത് ഇതൊക്കെയാണ് കുരുമുളകിന്റെ ഇതിപ്പോ ഇപ്രാവശ്യത്തെ പറിച്ച് കഴിഞ്ഞതാണ്. നല്ല ഇഷ്ടം പോലെ കുരുമുളക് ഉണ്ട്. ഒരുവിധം എല്ലാ മരത്തേലും കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അപ്പുറത്തത് അതേലുണ്ട്, പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ കുരുമുളകെല്ലാം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് വിൽക്കാനാണെങ്കിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പറമ്പിലോട്ട് ഇതാണ് പഞ്ചായത്ത് റോഡ് ഉണ്ട് കേട്ടോ. പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ പറമ്പ് റോഡിന് അപ്പുറ സൈഡിലും ഇപ്പുറ സൈഡിലുമാണ് നമ്മളെ ഈ ഒരു പ്ലോട്ട് ഉള്ളത്. നമുക്ക് വീട് ഒന്ന് കാണാം അല്ലേ. കാണാനാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാല്. വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് മുറ്റത്ത് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട്. വഴിയെല്ലാം ഫുള്ള് കട്ടയെല്ലാം പാകി നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. നല്ല വഴിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ചക്കൊക്കെ കായ്ച്ചു നിൽക്കണ ഏതെങ്കിലും സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നോക്കി ചക്ക ഇങ്ങനെ ഇഷ്ടംപോലെ കായ പിടിച്ചിട്ടുണ്ടോ? താഴൊക്കെ ഉണ്ടായിരുന്നോ ചോട്ടി തന്നെ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കൂലേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കൂലേ. അതെ, അത് പറയുന്നത് സത്യം തന്നെ അല്ലേ. ഇഷ്ടം പോലെ കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ മാങ്ങ ഉണ്ട് കേട്ടോ. നല്ല കായ്ക്കണ മാവാണ്. മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം പഴുത്ത് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചക്കയും മാങ്ങയും എല്ലാം നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ വീട്. മൊത്തം 2 ബെഡ്റൂം, ഹാള്, അടുക്കള, സിറ്റ് ഔട്ട്, വർക്കേരിയ എന്ന് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട്. അതിനകത്ത് ഒരു റൂം അറ്റാച്ച്ഡ് ആണ്. ഇപ്പൊ വീടിന്റെ ഫ്രണ്ട് നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് ഏകദേശം 5 വർഷം പ്രായമായ തെങ്ങ് ഇതേപോലത്തെ നല്ല കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതേപോലത്തെ ഏകദേശം ഒരു 40 തെങ്ങ് ഇതുപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ കായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ കായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതേപോലെ 40 എണ്ണം ഉണ്ട് കേട്ടോ കായ്ക്കാനായത്. അതേപോലെ മാവ് അങ്ങോട്ടൊക്കെ മാവുകളുണ്ടല്ലേ. മാങ്ങ ചക്ക ഇഷ്ടം പോലെ. ഫ്രണ്ടിൽ കണ്ട മാവ് ഇതാണ്. അതുപോലെ തന്നെ മാങ്ങൊക്കെ പഴുത്ത് വീഴാൻ തുടങ്ങിയിട്ടായേ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഈ കവുങ്ങൊക്കെ കണ്ടില്ലേ. അത്യാവശ്യം നല്ലോണം നനയൊക്കെ കിട്ടുന്ന തോട്ടം തന്നെ അല്ലേ. അതെ, കവുങ്ങൊക്കെ ഇപ്പൊ ഒരു ട്രിപ്പ് കായ്ച്ച് കഴിഞ്ഞപ്പോ രണ്ടാമത് തിരിയിട്ട് തുടങ്ങിയതാണ്. വെള്ളത്തിന്റെ സൗകര്യം നമ്മൾ താഴെ നമ്മള് കുളവും കിണറും കണ്ടില്ലേ. അപ്പോൾ അവിടുന്ന് വെള്ളം നമ്മളെ വീടിൻ്റെ മുകളിലോട്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് ഇത് കണ്ടില്ലേ. ഇവിടെ വലിയൊരു ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടാങ്കിലോട്ട് ഇത് വെള്ളം താഴേന്ന് ഫുള്ള് അടിച്ചിട്ടിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, സ്പ്രിംഗ്ലെയർ കാര്യങ്ങളെല്ലാം ആയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫോഴ്സിൽ വെള്ളം എല്ലായിടത്തും എത്തുകയും ചെയ്യും. അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഇത് തന്നെ കേട്ടോ വെള്ളത്തിൻ്റെ അല്ലേ. അത്യാവശ്യം നല്ല ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം അല്ലേ. സിമെൻറ്റിൻ്റെ കെട്ടി വെച്ചേക്കുന്ന അല്ലേ. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന മാർച്ച് മാസത്തിലാട്ടോ. മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസം ആകാനായി. അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടില്ലേ ഞങ്ങളിപ്പോൾ ഈ പറമ്പിൻ്റെ ഒരു പച്ചപ്പ് അല്ലേ.
പറമ്പിന്റെ പച്ചപ്പ് കണ്ടറിയാം ഞങ്ങൾക്ക് ഈ ഒരു പ്ലോട്ടിൽ എത്രത്തോളം വെള്ളത്തിന്റെ ലഭ്യത ഉണ്ട് എന്നുള്ളത്. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമൊന്നുമില്ല. ഫുള്ള് കണ്ടില്ലേ, ഫുള്ള് നനയ്ക്കുന്ന തോട്ടാട്ടോ. എല്ലായിടത്തും സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, എല്ലാ സ്ഥലത്തും നല്ല വൃത്തിക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഒരു പ്ലോട്ടെല്ലാം അല്ലേ. കാടെല്ലാം പോയി ഫുള്ള് കാടെല്ലാം കൊത്തി നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. കവുങ്ങൊക്കെ നോക്കിയാൽ നല്ല ഇതിലല്ലേ തിരിയിട്ടത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ. പ്രായമുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോകളിൽ കാണുന്നുണ്ട്. കുറച്ച് പ്രായം ചെന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ, വീട്ടിലുള്ള വലിയച്ഛന്മാരെ വല്യമ്മ അങ്ങനെയുള്ള പ്രായം ചെന്ന ആൾക്കാരെ കാണുന്നത്. അപ്പോൾ അവർക്കൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ വീട്ടിലുള്ള കുഞ്ഞു മക്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. പിന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അവരൊക്കെ മാക്സിമം ഒന്ന് ഷെയറും ചെയ്യണം, അതേപോലെ ഫോളോയും ചെയ്യണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് അടിച്ചോളൂ അല്ലേ. അതെ, ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ ചെറിയ ചെരിവുള്ള സ്ഥലമാണ്, ഓവർ ചെരിവോ കാര്യങ്ങളൊന്നുമില്ല. കാസർഗോഡ് ജില്ലയിലെ ഒരുവിധ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെരിവൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. എല്ലായിടത്തും നല്ല നല്ല മണ്ണൊക്കെ ഉള്ള നല്ല സ്ഥലമാണ്. പിന്നെ കവുങ്ങൊക്കെ കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ലോണം കായൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ. അത്യാവശ്യം നല്ലോണം കായൊക്കെ പിടിച്ചിട്ടില്ലേ. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തുനിന്ന് ഇനി എന്ത് കൃഷി ചെയ്താലും അത്യാവശ്യം നല്ല ഇത് കിട്ടും കേട്ടോ. നല്ല കായ്ഫലം കാര്യങ്ങളൊക്കെ കിട്ടും. പന്നി ശല്യമോ അങ്ങനത്തെ കാട്ടുമൃഗങ്ങളുടെ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂള്, പള്ളി, അമ്പലം, ചർച്ച്, ആരാധനാലയങ്ങൾ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അത് ഹിന്ദുക്കളതാണെങ്കിലും മുസ്ലിംസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ചർച്ചാണെങ്കിലും എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ ഏകദേശം ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളരിക്കുണ്ട് ടൗണിൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏകദേശം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാലോ, വെള്ളരിക്കുണ്ട് ടൗണ് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ അത്യാവശ്യം ഒരു പേര് കേട്ടൊരു ടൗണാണ്. നമ്മളെ കോട്ടയത്തും കാഞ്ഞിരപ്പള്ളിയുള്ള അവിടെ നിന്നൊക്കെ ഉള്ള ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയുന്ന ടൗൺ തന്നെയാണ് നമുക്ക് വെള്ളരിക്കുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ വേറെ സ്ഥലങ്ങൾ പറയണ കഴിഞ്ഞും കൂടുതൽ അല്ലേ അറിയുന്നത് വെള്ളരിക്കുണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ് അല്ലേ. വെള്ളരിക്കുണ്ടും കൊന്നക്കാട് എന്നൊക്കെ പറഞ്ഞ ഏകദേശം എല്ലാവർക്കും അറിയുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ ഇതാക്കണം, നമുക്ക് വിറകോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു വിറക് വര ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നല്ല വലിയ വിറക് വരാണ് കേട്ടോ. കുറെ വിറകോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ തേങ്ങ പശുത്തൊഴുത്തൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേ. പശുവിനെ കെട്ടാനായിട്ട് പശുക്കൂടായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക്. പിന്നെ അതുപോലെ നമുക്ക് അടയ്ക്ക, തേങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. നമുക്ക് സ്റ്റോർ റൂം ആയിട്ട് തന്നെ ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ. എന്താ ടേസ്റ്റായോ പേരൊക്കെ നമുക്ക് എല്ലാം മധുരട്ടോ, നിറച്ചും കായ ഉണ്ടായിരുന്നു. പേരക്കയ്ക്ക് പേരക്ക, മാങ്ങയ്ക്ക് മാങ്ങ, ചക്കയ്ക്ക് ചക്ക, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പറമ്പിൽ കൃഷി ചെയ്യാൻ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലവും കൂടിയാണ്. അപ്പോൾ എടുക്കണമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എളുപ്പം ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. ഇതേമാതിരിക്കുള്ള സ്ഥലം വേറെ കിട്ടൂല. അപ്പോൾ എങ്ങനെ നമ്മളെ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും 8 കിലോമീറ്ററൊക്കെ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ നമ്മളെ ഈ ഒരു സ്ഥലത്തോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന നല്ലൊരു പ്ലോട്ടാണ്. ഒരു 10-700ഓളം കവുങ്ങുണ്ട്, പിന്നെ തെങ്ങുണ്ട്, പിന്നെ അത്യാവശ്യം കാട്ടുമരങ്ങളും, പിന്നെ തേക്ക്, പ്ലാവ്, മാവ്, തേക്ക് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടി തന്നെയാണ്. വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ ഒരു തോടുണ്ട്, പിന്നെ ഒരു കുളം, ഒരു കിണർ, പിന്നെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു കുളം, അങ്ങനെ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. നല്ലൊരു വീടുണ്ട്. ഏകദേശം ഒരു 1800 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുള്ള നല്ലൊരു വീടും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു വീടും പിന്നെ അത് കൂടാതെ ഇതൊരു 2 ഏക്കർ 21 സെൻറ്റ് സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു 58 സെൻറ്റ് സ്ഥലം കൂടി ഇവർക്കുണ്ട്. അപ്പോൾ അതിനകത്തൊരു 110 റബ്ബറുണ്ട്, 105 ഇനത്തിൽപ്പെട്ട നല്ല അടിപൊളി റബ്ബറുകളാണ്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് 2 പ്ലോട്ടും ഒരുമിച്ച് ഇവർ കൊടുക്കാൻ റെഡിയാണ്. അതല്ല ഈ ഒരു പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലോട്ട് മാത്രമായിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. ഈ 2 പ്ലോട്ടിനും കൂടിയാണ് റേറ്റ് എന്നുണ്ടെങ്കിൽ മൊത്തം ചോദിക്കുന്നത് 1 കോടിയാണ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീടും ഈ 2 ഏക്കർ 21 സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു 90 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോകൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട്
വീണ്ടും കാണാം അല്ലേ? അതെ, ബൈ. ബൈ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാറിയിട്ട് തോളത്തുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പുറകിൽ കാണുന്ന 1 ഏക്കർ 45 സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിന്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം കാണുന്നവര് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനോ അതല്ല കുറഞ്ഞ വിലക്ക് സ്ഥലങ്ങളൊക്കെ എടുക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലെ? അതെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ റോഡ് വരുന്ന നമ്മളെ പാടിച്ചാലിന് ഒരു 3.5 കിലോമീറ്റർ മാറിയിട്ട് തോളത്തുവയൽ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അപ്പൊ ഇവിടെ ഒരു 1 ഏക്കർ 45 സെന്റ് സ്ഥലമാണ് കൊടുക്കാനുള്ളത്. റബ്ബർ ഉണ്ട്. പിന്നെ മെയിൻ റോഡാണ്, റോഡ് സൈഡിനാണ് നമ്മളെ സ്ഥലം കൊടുക്കാനുള്ളത്. റബ്ബർ ഉണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ പോയിട്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ റോഡ് പോണതും പാടിച്ചാലിലോട്ട് തന്നെയാണ് പോണത് നമുക്ക് അല്ലേ? പിന്നെ നമ്മളെ ഈ പ്ലോട്ട് കൊടുക്കാനുള്ള റോഡിന്റെ 2 സൈഡിലും കൂടി ആയിട്ടാണ്. ഇവിടെ 1 ഏക്കർ 10 സെന്റ് ആണുള്ളത്. ഇവിടെ ഒരു 35 സെന്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ മൊത്തം ഒന്ന് കാണിച്ചു കൊടുക്കാൻ നല്ല റബ്ബറുകളൊക്കെയാണ് കൊടുക്കാനുള്ളത്. പിന്നെ കറണ്ടിന്റെ കണക്ഷൻ പോസ്റ്റ് അവിടെ നമ്മളെ പ്ലോട്ടിന്റെ സൈഡിൽ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് കണ്ണൂർ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ദൂരം എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതുപോലെ നമുക്ക് ചെറുപുഴയ്ക്ക് പോകാൻ ഒരു 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പിന്നെ നമുക്ക് തളിപ്പറമ്പാണ് അടുത്തുള്ളത്. തളിപ്പറമ്പിലോട്ടാണെങ്കിൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മളെ പ്ലോട്ടിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നല്ല ഒന്നാന്തര റബ്ബറുകളൊക്കെയാണ് ഉള്ളത്. വെട്ടി നശിപ്പിക്കൊന്നും ചെയ്യാത്ത നല്ല മരങ്ങളല്ലേ? ഇതേപോലത്തെ മരങ്ങളാണ് എല്ലാം ഉള്ളത്. പിന്നെ നമുക്ക് കറണ്ടിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ പറമ്പിനോട് ചാരി തന്നെ ഉണ്ട്. പിന്നെ ഒരു വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് അല്ലെ? അതെ, നല്ല ആദായമൊക്കെ കിട്ടുന്ന നല്ലൊരു പ്ലോട്ടാണ്. പിന്നെ അത്യാവശ്യം തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏകദേശം നല്ല തെങ്ങുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മളെ പറമ്പില് ഏകദേശം ഒരു 10-60ഓളം തെങ്ങുണ്ട്. അത്യാവശ്യം നല്ല കായ്ക്കണ തെങ്ങ് തന്നെയാണ്. പിന്നെ ഇതാ ഇടയ്ക്കെല്ലാം ചില മരത്തില് കുരുമുളകെല്ലാം ഉണ്ടേ. അത്യാവശ്യം നല്ല കായ്ക്കണ കുരുമുളകൊക്കെ ഉണ്ട്. നല്ല പൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു സ്ഥലമല്ലേ? നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ? അതെ, അധികം ഒച്ചനക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. വീടൊക്കെ വെച്ച് താമസിക്കണമെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. റോഡ് സൈഡ് ആണ്. പിന്നെ അടുത്തടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അത് നോക്കിയേ, ഈ ഒരു തോട്ടത്തിലെ റബ്ബറും നോക്കിയേ, അത്യാവശ്യം നല്ല വണ്ണമുള്ള മരമാണ് കേട്ടോ. ഒന്നും വെട്ടി നശിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല. ഒരു മുഴയോ കാര്യോ ഒന്നും ആയിട്ടില്ല. നല്ല ക്ലിയറിലാണ് വെട്ടിയിട്ടുള്ളത്. 1, 2, 3, 4 കൊല്ലം, 4 വർഷം വെട്ടി അല്ലേ? 4 വർഷം വെട്ടിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ടാണ് റബ്ബർ വെട്ടിയിട്ടുള്ളത്. ഇതുപോലത്തെ നല്ല മരങ്ങളാണ് ഉള്ളത് മൊത്തത്തില്. നമ്മള് പ്ലോട്ടിലോട്ട് ഇറങ്ങി വരുമ്പോ നമ്മള് നല്ല നിരപ്പുള്ള സ്ഥലമാണേ. പിന്നെ ഇതാ ഇഷ്ടംപോലെ ഇതുപോലത്തെ നല്ല കാട്ടുമരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല വണ്ണമുള്ള മരങ്ങളാണ് കേട്ടോ. കാട്ടുമരങ്ങൾ ഇങ്ങനത്തെ കുറെ ഉണ്ട്. മരുതും അങ്ങനെ ഏതാണ്ടെല്ലാം കുറെ അല്ലേ? ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഇനി ഇത് നോക്കിയേ, ഇവിടെ വലിയൊരു മരുതിന്റെ മരം കണ്ടോ? ഇങ്ങനത്തെ കുറെ മരങ്ങളുണ്ട് കേട്ടോ, മുറിച്ച് കൊടുക്കാനൊക്കെ ഉള്ളത്. ഏകദേശം ഒരു 2 ലക്ഷം റുപ്യോളം നമുക്ക് മരങ്ങൾ തന്നെ മുറിച്ച് കൊടുത്താൽ കിട്ടുവേ. നല്ല തണുപ്പില്ല, നല്ല തണല്, ഫുള്ള് നല്ല തണുപ്പ്. ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമുക്ക് മൊത്തം റബ്ബർ ഒരു 270 റബ്ബറിന്റെ അടുത്തുണ്ട്. പിന്നെ ഒരു 10-60 തെങ്ങുണ്ട് നമുക്ക് ഇതിനകത്ത്. തെങ്ങൊക്കെ അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന തെങ്ങുകളാണ്. പിന്നെ കുറച്ച് കവുങ്ങ് ഇതാകും. ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് കവുങ്ങുണ്ട്. പിന്നെ നമ്മളെ പറമ്പിൽ അതിർവഴിയെല്ലാം കുറെ പ്ലാവ് പോലെ നേരത്തെ പറഞ്ഞ പോലെ കുറെ മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഈ സൈഡ് വഴിയെല്ലാം വട്ടയും അതും ഇതൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. അപ്പൊ ഏകദേശം ഇതുപോലത്തെ കവുങ്ങും തൈ ഒരു 10-200 കവുങ്ങും തൈ ഉണ്ട്. ഇതുപോലെ പുതിയ തൈ വെച്ചതാണ്. നമ്മളെ പറമ്പിന്റെ സൈഡ് വഴി ഇങ്ങനെ നല്ലൊരു തോട് ഒഴുകണുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വലിയ കവുങ്ങ് എത്ര 20 കവുങ്ങല്ലേ പറഞ്ഞു, വലുത് കായൊക്കെ ആയത്. അതെ. പിന്നെ നമുക്ക് ഇതാണ് പറമ്പിന്റെ സൈഡിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് തോട് ഒഴുകുന്നുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ വെള്ളമൊക്കെ കിട്ടുന്ന നല്ല ഏരിയ ആണ്. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ? നമ്മളെ അടുത്ത പറമ്പിലൊക്കെ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണല്ലേ മൊത്തം. ഈ ഒരു സൈഡില് റബ്ബർ തോട്ടം, പിന്നെ അപ്പുറത്തെ സൈഡില് കവുങ്ങ് തോട്ടം അല്ലേ? അവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അടുത്തടുത്തൊക്കെ വീടുകളുള്ള ഏരിയ ആണ്. മരങ്ങളൊക്കെ നോക്കി നമ്മളെ റബ്ബറൊക്കെ നോക്കി നല്ല വണ്ണമുള്ള മരമാണ് കേട്ടോ. എല്ലാം നല്ല വണ്ണം ഉള്ള മരങ്ങൾ അല്ലേ? നല്ല വണ്ണമുള്ള മരങ്ങൾ, അധികം കേടായി പോയിട്ടൊന്നുമില്ല മരങ്ങൾ. എല്ലാം നല്ല കുഴപ്പമില്ലാത്ത മരങ്ങളാണ്. പിന്നെ വെട്ടി നശിപ്പിക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല.
ഇനി നമ്മൾ ഈ ഒരു പറമ്പ് നോക്കിയാൽ കാടൊക്കെ കൊത്തിയല്ല നീറ്റായിട്ട് കിടക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ അവര് പറമ്പ് തന്നെ നല്ലോണം നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഒരു പറമ്പും കൂടിയാണ്. റബ്ബറിന്റെ മൊത്തം 270 റബ്ബർ ഉണ്ട്. 270 റബ്ബർ ഉണ്ട്. പിന്നെ 10-60 തെങ്ങുണ്ട്. അത്യാവശ്യം വേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇനി വേണേ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ കാട്ടുമരങ്ങളൊക്കെ ഒരുപാട് മരങ്ങളുണ്ട് കണ്ടില്ലേ. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ വീട് വെക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ പോസ്റ്റോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മളെ പറമ്പിന്റെ അടുത്ത് തന്നെ കറണ്ടിന്റെ പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പറമ്പിലെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ നോക്കി നല്ലൊരു നീരുറവുണ്ട് കേട്ടോ നമ്മളെ പറമ്പിന്റെ സൈഡില്. നോക്കിയാൽ നല്ല വറ്റാത്ത വെള്ളമുള്ള അല്ലേ, ഫുൾ ടൈം ഇതുപോലെ ഉള്ളതാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട്, ഒരു ക്ഷാമം ഉണ്ടാവില്ല അല്ലെ. നല്ല തെളിഞ്ഞ വെള്ളം നീരുറവ ഉണ്ടോ. ഇപ്പൊ നമ്മൾ ഈ ഒരു പറമ്പിലെ റബ്ബറുകൾ ഏകദേശം അത്യാവശ്യം നല്ല മരങ്ങളാണ് കേട്ടോ. ഇപ്പൊ വിലയുണ്ട് റബ്ബറിന്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വിലയുണ്ട്. ഏകദേശം 200-250 റുപ്യ വില ഉണ്ട് ഇപ്പൊ റബ്ബറിനൊക്കെ. അപ്പൊ അത്യാവശ്യം എന്താ പറയാ നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്ക് എടുത്തിടാന്നുണ്ടെങ്കിൽ എല്ലാ എന്താ പറയാ വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഈ ഒരു മരം നോക്കി കാട്ടുകടക്കയുടെ മരമാണത് കേട്ടോ. വലിയ മരമാണേ, അത്യാവശ്യം നല്ല വണ്ണമുണ്ട്. അതേപോലെ കുറെ ഉണ്ട്. ഇത് വെൺതേക്ക് എന്ന് പറഞ്ഞ മരം. അത് ഈ മരത്തിന് എന്താ പേര് പറഞ്ഞാ എനിക്ക്? വെങ്കണ എന്ന് പറഞ്ഞ മരമാണ് അല്ലേ. ഓരോരോ മരങ്ങൾക്ക് ഓരോ പേരുണ്ട്. വെങ്കണ അങ്ങ് മേലെ പോയി കൊറേ കമ്പും ചില്ലൊക്കെ ആയിട്ടില്ലേ. അതിന് വേര് വയ്ക്ക്, ഇഷ്ടം പോലെ വേരുകള്, കൊറേ നാരുകളൊക്കെ ആയിട്ടുണ്ട് ആ സൈഡ് വഴിയൊക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടോ. നല്ല സൂപ്പർ സൈറ്റ് സ്ഥലമാണ്. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊക്കെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവര് പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അല്ലേ. അതെ, പിന്നെ നിങ്ങളെ വീടോ സ്ഥലമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഒക്കെ എല്ലാരും വിളിക്കുക. ഇപ്പൊ നമ്മളെ പറമ്പ് കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് പറമ്പിലെ ഏകദേശം പറമ്പിന്റെ സൈഡ് വഴിയുള്ള തോട് ഒഴുകുന്നതും നീരുറവയൊക്കെ കാണിച്ചു തന്നില്ലേ. നമ്മളെ പറമ്പിന്റെ തൊട്ടടുത്തുള്ള വേറെ ആളെ പറമ്പാണ്. അപ്പൊ അതിനകത്തുള്ളൊരു കിണറാണിത്. കിണറ്റിൽ ഇതാ വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. അതിന്റെ അടിയിൽ നോക്കിയ ഉറവ നല്ലോണം വെള്ളം ചാടണം നോക്കിയ അതിന്റെ അടിയില്. അത് ഈ കല്ലിന്റെ അളക്ക് കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടണതായിരിക്കും അല്ലേ. ഇതിങ്ങനെ വെള്ളം വറ്റാതെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അത് വെള്ളത്തിനോ ബുദ്ധിമുട്ടോ ക്ഷാമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്രയ്ക്കും നല്ല സ്ഥലമാണ്. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ ഈ പ്ലോട്ട് വരുന്നത്. മൊത്തം 1 ഏക്കർ 45 സെന്റ് സ്ഥലമാണുള്ളത്. അപ്പൊ ഇനി ഒരു പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് 25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എടുക്കണം എന്നൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നമുക്ക് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററും നമ്മളെ ചെറുപുഴയിലോട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് നമ്മളെ പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്. നമ്മൾ അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ പാടിയൊട്ടിച്ചാലാണ് നമ്മളെ അടുത്തുള്ള ടൗണ്. 3.5 കിലോമീറ്ററാണ് പാടിയൊട്ടിച്ചാലിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. സ്കൂള്, അമ്പലം, പള്ളി എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ മാറിയിട്ട് കാലിച്ചാനടുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ എൻ്റെ പുറകെ കാണുന്ന 2 ഷട്ടർ റൂമും അതുപോലെ തന്നെ 2 ഏക്കർ 10 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ് ഇന്നേ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. ബാ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ടാറിംഗ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മളെ സ്ഥലം വരുന്നത് കേട്ടോ. മൊത്തം 2 ഏക്കർ 10 സെന്റ് സ്ഥലമാണുള്ളത്. അപ്പൊ അതിന്റെ ഫ്രണ്ടേജ് ഒന്ന് കാണിച്ചാൽ, അപ്പൊ അതിന് മുന്നേ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇനി ഇതാ നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ ഇതാക്കണേ. ഇപ്പൊ ഇവിടുന്ന് തുടങ്ങാം കേട്ടോ. സ്ഥലത്തിന്റെ ഒരു അതിൽ ഇവിടുന്ന് തുടങ്ങാണ് ഫ്രണ്ടേജ്. എന്നിട്ട് അങ്ങ് അവിടം വരെ ഉണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ നമ്മളെ സ്ഥലം കണ്ടില്ല ഞങ്ങള്, നല്ല പച്ചപ്പാണ് കേട്ടോ. ഫുള്ള് നല്ല നനയ്ക്ക് നല്ല തോട്ടാണ്, കണ്ടാ അറിയാലോ. പിന്നെ അതിനകത്ത് പ്ലാവ്, മാവ്, തെങ്ങ്, കവുങ്ങ്, റബ്ബർ, അത്യാവശ്യം ഫ്രൂട്ട്സ് സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പറമ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഇതാണ് കേട്ടോ. ഫുള്ള് കൃഷി സ്ഥലമാണ് ഇങ്ങനെ കാണുമ്പോൾ. നോക്കിയേ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇത് അവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. ഫ്രണ്ടേജിന് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. പിന്നെ ഇതാ പറമ്പിന്റെ അതിർവഴി എല്ലാം പ്ലാവ്, മാവ്, അങ്ങനത്തെ മഹാഗണി പോലത്തെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
പിന്നെ ഇനി നമ്മളെ സ്ഥലത്തിൽ ഇതാ 2 ഷട്ട് റൂമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ഈ ഷട്ട് റൂമിന്റെ താഴെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് നിൽക്കാൻ സൗകര്യത്തിന് ഒരു റൂം, ഹാള്, അടുക്കള, സിറ്റൗട്ടും വേണ്ട അത്യാവശ്യം സൗകര്യമുള്ള ഒരു ചെറിയൊരു വീടും കൂടെ ആയിട്ടുള്ളതാണ്. താഴെ വീടും മേലെ ഇങ്ങനെ കടയൊക്കെ ആയിട്ട് നടത്താം. ഒരു ഫാമിലിക്ക് അപ്പൊ നമുക്കൊരു തയ്യലോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു സംരംഭം തുടങ്ങാനൊക്കെ അതിനൊക്കെ പറ്റിയതാണ് ഷട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എന്തൊക്കെ സൗകര്യങ്ങളുള്ളതൊക്കെ ഒന്ന് നോക്കട്ടോ. ഇതിപ്പോ ഈ കാണുന്ന ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ കണ്ട ഷട്ട് റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ കാണാതാണ് ഒരു ചെറിയൊരു വീടുണ്ട് എന്ന് പറഞ്ഞത്. റൂമും ഹാളും അടുക്കളൊക്കെ ആയിട്ട് അത്യാവശ്യം സൗകര്യമുള്ളൊരു വീടൊക്കെയാണ്. പിന്നെ ഇതാക്കുന്നത് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇതാ ബോർവെല്ലാണുള്ളത്. ബോർവെല്ലാണെങ്കിലും വെള്ളം ഇഷ്ടം പോലെ വെള്ളമുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മളെ സ്ഥലം കണ്ടില്ല, ഞങ്ങൾ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, കുരുമുളക് ഉണ്ട്, അതുപോലെ റബ്ബർ ഉണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ സൗകര്യത്തിനുള്ള ഒരു വീടും പിന്നെ അത്യാവശ്യം വരുമാനവും ആദായം കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ. ഒന്നും കണ്ടില്ല, ഞങ്ങൾ ഫുള്ള് പച്ചപ്പ്. അപ്പളേ ഇനിയിപ്പോ നമ്മളൊരു ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു വീടുള്ള കാര്യം നോക്കിയാൽ ഇതാണ് ഇപ്പൊ ഇതിനകത്തുള്ളൊരു വീട് കേട്ടോ. ഒരു ഫാമിലിക്ക് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഒതുങ്ങിയ ഭാഗത്ത് വീടാണ്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരു റൂം, ഒരു ഹാള്, പിന്നെ അടുക്കള, ഒരു ബാത്റൂം, അങ്ങനെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ചെറിയൊരു വീടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫാമിലിക്കായിട്ട് താമസിക്കാതെ നമുക്ക് ഇനി വേണമെങ്കിൽ മേലെ ഇപ്പോ കച്ചവടം കാര്യങ്ങളൊക്കെ നടത്താം, തയ്യലോ അല്ലെങ്കിൽ ചെറിയൊരു ഷോപ്പോ കാര്യങ്ങളോ കൂൾബാർ അങ്ങനത്തെ ഒക്കെ തുടങ്ങാനൊക്കെ പറ്റിയ നല്ലൊരു സൈറ്റ് സ്ഥലമാണ് കേട്ടോ. ഇനി ഇതാക്കണ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇവര് അതുപോലത്തെ ഒരു പുകപ്പരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഷീറ്റ് ഒക്കെ പൊക്കാൻ സൗകര്യത്തിന് നല്ലൊരു പുകപ്പരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് വേറെ സെപ്പറേറ്റ് വേറെ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു സൈറ്റിൽ കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഷീറ്റ് ഉണക്കാനും സൗകര്യത്തിനൊക്കെ ഉള്ള പുകപ്പര ആണിപ്പത്. പിന്നെ ഈ ഒരു 2 ഏക്കർ 10 സെന്റ് സ്ഥലത്തിലാക്കണം. അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങ്, ഏകദേശം ഒരു 25ഓളം തെങ്ങുണ്ട് കേട്ടോ. അല്ലെ നല്ല കായ്ക്കുന്നത്. ഈ തെങ്ങയിലൊക്കെ ഫുള്ള് കുരുമുളകും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുരുമുളകൊക്കെ നല്ല കായ്ക്കുന്ന കുരുമുളകാണ്. ഏകദേശം 2 വർഷം പ്രായമായ കുരുമുളകാണ് ഇതെല്ലാം. പിന്നെ ഇതാ ചേമ്പ്, ചേന അങ്ങനത്തെ എല്ലാ കൃഷി സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴേ നമ്മളിപ്പോ അവിടെ നിന്നാണ് വന്നത് കേട്ടോ. നമ്മളെ സ്ഥലത്തോട്ടുള്ള വഴിയും സൗകര്യവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. വീട്, അതുപോലെ ഷട്ട് റൂം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ പുകപ്പര കണ്ടു, തെങ്ങ് കണ്ടു, അങ്ങനെ എല്ലാ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിപ്പോ കവുങ്ങും തോട്ടത്തിക്കാൻ എത്തിയിട്ട് നമ്മൾ നോക്കിയ വാഴ കണ്ട നല്ല കൊലച്ച് കിടക്കണുണ്ട്. നല്ല എന്ത് സാധനം കൃഷി ചെയ്ത് കഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവണം. നല്ല മണ്ണുള്ളതാണ്, നല്ല ഫലപുഷ്ടിയുള്ള മണ്ണുള്ള സ്ഥലമാണ്. ഇപ്പൊ കവുങ്ങൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി കവുങ്ങാണ്. ഇതിപ്പോ ഏകദേശം 1.5 വർഷം പ്രായമായ കവുങ്ങും തൈയാണ് ഇപ്പൊ ഇതൊക്കെ കേട്ടോ. പിന്നെ ഫുള്ള് നല്ല ആരോഗ്യം, നല്ല പച്ചപ്പുള്ള കവുങ്ങും തൈയാണ് ഇതെല്ലാം. പിന്നെ അത് നനയ്ക്കാനാണെങ്കിൽ ഫുള്ള് വെള്ളവും സൗകര്യം എല്ലാം ഉണ്ട്. ഈ കവുങ്ങിന്റെ ഒക്കെ ഒരു ഇത് നോക്കിയാൽ നല്ല തഴച്ചു വളർന്നിട്ടുണ്ട് അല്ലെ, നല്ല അടിപൊളി. 1.5 വർഷം പ്രായമായിട്ടല്ലേ ഉള്ളൂ ഇതൊക്കെ അല്ലേ? 1.5 വർഷം പ്രായമായ കവുങ്ങും തൈയാണ് ഇതെല്ലാം. ഏകദേശം ഒരു 120-120 മുകളിൽ തൈ അതേപോലത്തെ കവുങ്ങ് തൈകളാണ് ഇപ്പൊ ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമുള്ള നല്ല നല്ല അടിപൊളി കവുങ്ങുകളാണ്. പിന്നെ ഇത് പറമ്പ് മൊത്തത്തിൽ നനയ്ക്കുന്നുണ്ട് കേട്ടോ, കവുങ്ങും തെങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ പൈപ്പും കണക്ഷനും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. അങ്ങോട്ടൊക്കെ എല്ലായിടത്തോട്ടും മൊത്തത്തിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പറമ്പിന്റെ അതിർവഴി എല്ലാം പ്ലാവ്, മാവ്, ഈട്ടി അങ്ങനത്തെ മാഞ്ചിയം പോലത്തെ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ കുരുമുളകും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ നല്ല ഇഷ്ടം, എല്ലാത്തേലും കുരുമുളക് എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നടന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നിപ്പോ ഇതാണ് ഇപ്പൊ നമ്മളെ റബ്ബർ തോട്ടം കേട്ടോ. അപ്പൊ പറമ്പിന്റെ ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും നമുക്ക് വണ്ടി കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ട്. നല്ല നിരന്ന സ്ഥലമാണ്. ഇനി നമുക്ക് വീട് പണിയാ, അതുപോലെ ക്വാർട്ടേഴ്സ് പണിയാ, പിന്നെ വേണമെങ്കിൽ ഒരു കോഴി ഫാം പോലെ അങ്ങനെ ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി സൈറ്റ്, നല്ല നിരന്ന സ്ഥലമാണ് കേട്ടോ. വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതാ ഈ കാണുന്നതൊക്കെയാണ് റബ്ബറൊക്കെ ഞങ്ങൾക്ക് കണ്ടില്ല, ഞങ്ങൾ എല്ലാത്തേലും കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കൊടിയൊക്കെ ഏകദേശം, കുരുമുളകൊക്കെ ഏകദേശം 1 വർഷം പ്രായമായ കുരുമുളകാണ്. എല്ലാ റബ്ബറേലും കൊടി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ 105 ഇനത്തിൽ പെട്ട റബ്ബറാണ്. പിന്നെ ഏകദേശം 300ഓളം റബ്ബറാണ് ഇപ്പൊ നിലവിലുള്ളത്.
അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന് ഈ ഒരു 2 ഏക്കർ 10 സെന്റിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെക്കാണ് നമ്മളെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ നിങ്ങളെ വീടോ സ്ഥലം എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിൽ താഴെക്കാണ് നമ്മളെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. അതെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടൂട്ടോ. 2 ഏക്കർ പ്ലോട്ട് വെറും 20 ലക്ഷം രൂപയ്ക്ക് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ തയ്യേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും 800 മീറ്റർ മാത്രം മാറിയിട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു 200 റബ്ബർ ഉണ്ട്, ഒരു 100 കവുങ്ങുണ്ട്, ഒരു 10 തെങ്ങുണ്ട്, പിന്നെ ജാതി മരങ്ങളുണ്ട്, വറ്റാത്ത വെള്ളമുള്ള 5 കോലിൽ വെള്ളമുള്ള കിണറുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിയാണ്. ഒരു ചെറിയൊരു വീടും ഉണ്ട്. അപ്പോൾ ഇനി പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമുക്ക് 2 ഏക്കർ സ്ഥലം വെറും 20 ലക്ഷം റുപ്യക്കുള്ള ഒരു മുതലാണ് നിങ്ങൾ കാണാൻ പോണ കേട്ടോ. നമ്മളെ തയ്യേനി ടൗണിൽ നിന്ന് ഏകദേശം 800 മീറ്റർ മാറിയിട്ടാണ് സ്ഥലം ഉള്ളത്. അതിനകത്ത് 400 മീറ്റർ ടാറിംഗ് റോഡാണ്, ബാക്കി കുറച്ച് സ്ഥലം മണ്ണ് റോഡാണ്. അപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം. അപ്പൊ ആ സ്ഥലത്തിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അതെ, പോയി നോക്കാം. ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ, അവർക്ക് പറ്റിയ നല്ല കിടിലൻ പ്രോപ്പർട്ടിയാണ്. നല്ല എടുത്തിടാൻ പറ്റിയ അടിപൊളി കിടിലൻ മുതലാണിട്ടത്. വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കണ്ടു നോക്കി. വീഡിയോ ഫുൾ ആയിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ലെ. അതെ, മെയിൻ ആയിട്ട് ആൾക്കാർ ചോദിക്കും വെള്ളത്തിന്റെ സൗകര്യമാണ് ചോദിക്കുന്നത്. നമുക്ക് ആ വെള്ളത്തിന്റെ സൗകര്യം ഫസ്റ്റ് അവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. അപ്പൊ വഴിയൊക്കെ നിങ്ങൾ കണ്ടില്ല. അപ്പൊ നമ്മൾ ഈ വഴിയാണ് ഇപ്പൊ ഈ കാണുന്നത്. നമ്മളെ പറമ്പ് കൂടെ പോണ വഴിയാണിത്. ഈ കാണുന്നതാണ് സ്ഥലം. ഇനി നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം കാണിച്ചു കൊടുക്കാം. 5 കോല് എവിടെ കിണർ കുത്തിയാലും 5 കോല് വെള്ളം കിട്ടും. അതിനുള്ള തെളിവാണ്. നിങ്ങൾ നോക്കിയാണിത്. ഒരുപാട് കുഴികളുണ്ട് അതേപോലെ ഇഷ്ടം പോലെ. ഇതിപ്പോ ഇവിടെ അടുത്തുള്ള ആൾക്കാര് വെള്ളം എടുക്കണതാണ് കേട്ടോ. പിന്നെ കിണർ ഇതാക്കണ് അവിടെ മേലുണ്ട്, അതുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. വെറും 5 കോൽ താഴ്ചയിലാണ് വെള്ളം ഉള്ളത്. ഇഷ്ടം പോലെ വെള്ളം. ഈ ഒരു ഏരിയയിൽ നല്ല വറ്റാത്ത വെള്ളമുള്ള നല്ല സൗകര്യമുള്ളൊരു മുതലാട്ടോ. നിങ്ങൾ വരും ഇങ്ങോട്ട് കാണിച്ചരാ. അധികം പറയാൻ നിക്കില്ല. നിങ്ങൾ നോക്കി 5 കോല വെള്ളം എന്ന് പറഞ്ഞില്ലേ, കണ്ടില്ലേ? എന്താ പറയാ, താഴ്ചല്ല. കൈ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് കോരി എടുക്കാം. അത്രയ്ക്ക്. ഇനിയിപ്പോ ഒരു ബക്കറ്റും കൊണ്ട് വന്നുകൊണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കോരി എടുക്കന്നെ അല്ലേ തയ്യേ. വെള്ളത്തിന്റെ സൗകര്യം കണ്ടില്ലേ നിങ്ങള്? നല്ല അധികം ആഴമില്ലാത്ത കിണർ. 5 കോലാണ് വെള്ളം എന്ന് പറഞ്ഞില്ലേ. നല്ല കണ്ണാടി പോലത്തെ തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ നമ്മൾ ഈ പറമ്പിൽ എന്തൊക്കെയുള്ള അറിയാം എനിക്ക്? ഒരു 200 റബ്ബർ ഉണ്ട്, അതേപോലെ 100 കവുങ്ങ്, പിന്നെ 10 തെങ്ങ്, പിന്നെ കുറെ ജാതി മരങ്ങള്, നല്ലൊരു വീട്, ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ വരെ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതാക്കണ ഈ കാട് വെട്ടി തെളിഞ്ഞ് കിടക്കുന്നത് ഇപ്പൊ ഈ ഒരു പ്ലോട്ടാണ് കേട്ടോ. മൊത്തം 2 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് റബ്ബർ ഒന്ന് കാട്ടി കൊടുക്കല്ലേ ടയ്യെ? ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റബ്ബറൊക്കെ നല്ല അടിപൊളി റബ്ബറാണ് കേട്ടോ. ഒക്കെ 105 ഇനത്തിൽ പെട്ട റബ്ബറാണ്. മൊത്തം 200 എണ്ണം ഉണ്ട്. ഇതൊക്കെ നോക്കി ഒന്നും വെട്ടി നശിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നോക്കി എന്ത് നല്ല സ്മൂത്ത് ആയിട്ട് വെട്ടിയുണ്ടോ. അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന മരമാണ് അല്ലേ. ഇതേപോലത്തെ 200 റബ്ബറാണ്. മൊത്തം 200 റബ്ബറാണ് ഇതിനകത്ത്. ഇപ്പൊ റബ്ബർ കണ്ടില്ല നിങ്ങള്? ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജാതിക്കെല്ലാം കായ്ച്ചുണ്ട്. ഇഷ്ടം പോലെ കായ ഉണ്ട് കേട്ടോ. കൊറേ കായ പിടിച്ചിട്ടുണ്ട്. നല്ല നോക്കണ പറമ്പാണ്. നല്ല നീറ്റായിട്ട് കിടക്കേണ്ട, ഒരു കാടോ ഒന്നും ഇല്ലാതെ കൃഷിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കിടിലൻ സ്ഥലമാണ്. ഇപ്പൊ അധിക കൃഷിയോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഒരുവിധം എല്ലാ സ്ഥലത്തും ഇതിനകത്ത് ഹില്ലാണ് അല്ലെ. ഒരുവിധം എല്ലായിടത്തും മൊത്തത്തിൽ കവുങ്ങും തെങ്ങും റബ്ബറായിട്ടും എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ കപ്പ, ചേന, ചേമ്പൊക്കെ പറഞ്ഞ അത്യാവശ്യം എല്ലാവർക്കും ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യേണ്ടി വരില്ല. അപ്പൊ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇത് നോക്കിയത് നമ്മൾ ഈ ഒരു സ്ഥലത്തിലുള്ള തേക്കാണിട്ടത്. ഇതേമാർക്ക് അതിരുവഴിയെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് തേക്ക്. അത്യാവശ്യം നല്ല വണ്ണുള്ളതാണ്. പിന്നെ നിങ്ങൾ നോക്കിയാണെങ്കിൽ അടുത്തൊക്കെ വീടുകളുണ്ട്. അവിടെ ഒരു വീടുണ്ട്, അപ്പുറത്തെ ഒരു വീടുണ്ട്. ഇപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ അതിർവഴിയെല്ലാം തേക്കെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല മരം മുറിച്ച് വിറ്റാൽ തന്നെ നമുക്ക് നല്ല പൈസ കിട്ടും കേട്ടോ. പിന്നെ കവുങ്ങുകളാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കവുങ്ങുകളാണ്. ഞാൻ അവിടെ നോക്കിയാണെങ്കിൽ പ്ലാവ് കണ്ടെങ്കിൽ നല്ല കായ്ക്കുന്ന പ്ലാവ്. എന്തൊക്കെ സാധനങ്ങളാ അറിയാതുണ്ടോ. ഇവിടെ ഒരു തേക്കുണ്ട്, തെങ്ങുണ്ട്, ജാതി മരങ്ങളൊക്കെ ഉണ്ടല്ലോ. ജാതിക്ക് നല്ല കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ. നല്ല ഇട തൂർന്നിരിക്കുന്ന വലിയ മരമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ എന്തായാലും അറിയാം. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചക്കൊക്കെ ഉണ്ടായതുണ്ടോ. ചോട്ടി തന്നെ ചക്ക ഉണ്ടായത് ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴെ തന്നെ വന്ന് പറിച്ചു കൊണ്ടുപോകാനൊക്കെ നല്ല സൗകര്യമാണ്. നമുക്ക് നോക്കി ഇഷ്ടംപോലെ കായ ഉണ്ടായിട്ടുണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഒരുപാട് വീടുകളുണ്ട്. എന്താ പറയാ, ഈ വില കുറവ് എന്ന് പറഞ്ഞാൽ
അടുത്തടുത്ത് വീടുകളില്ലാത്ത ഏരിയ ഒന്നുമല്ല, ഇഷ്ടം പോലെ വീടുകളുള്ള ഏരിയ തന്നെയാണ്. അതെ, അത് എന്തായാലും വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും തോന്നി ഇങ്ങനെ ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോ അല്ല നമ്മൾ കുന്നും മലയാണ്, വഴിയില്ലാത്ത സ്ഥലമാണ്, വെള്ളത്തിന്റെ സൗകര്യമല്ലേ, അങ്ങനെ പല സംശയങ്ങളും ചോദ്യങ്ങളും നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കും. അപ്പൊ ഒരു സംശയം വേണ്ട, വന്ന് കണ്ട ഇഷ്ടപ്പെടും. അടുത്ത് വീടുകളുണ്ട്, വഴിയുണ്ട്, വെള്ളമുണ്ട്, കറണ്ട് ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ചെറിയൊരു വീടുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം അല്ലെ. അതെ, 3 ബെഡ്റൂം ഒക്കെ ഉള്ള സാധാരണ ഒരു ചെറിയൊരു വീടുണ്ട്. പിന്നെ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ സൗകര്യം എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് വരി, നിങ്ങൾ കാണിച്ചു തരാം. ജാതി മരങ്ങളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ, നല്ല കായ്ക്കണതാണ്. ഒക്കെ വലിയ മരം, നല്ല ഇട തിങ്ങി നല്ല ഇതായിട്ടുണ്ട് കേട്ടോ, ഒക്കെ വലിയ കായ്. പിന്നെ കൃഷിക്ക് പറ്റിയ സ്ഥലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങോട്ട് വരാൻ തെളിവ് സാധ്യത കാണിച്ചത്. അത് നോക്കിയാണെങ്കിൽ വാഴ ഇതുണ്ടോ, വാഴക്കൊല നോക്കി നല്ല കായ ആയിട്ടുണ്ടായതുണ്ടോ. നല്ല അത്യാവശ്യം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വാഴയായിട്ടും കപ്പ, ചേന അങ്ങനത്തെ ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പോളേ നമ്മൾ പറമ്പ് കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറെ ഏകദേശം കണ്ടില്ലേ. ഇനിയിപ്പോ നമ്മൾ ഇതിനകത്തൊരു വീടുണ്ട് എന്ന് പറഞ്ഞത് നേരത്തെ. അപ്പൊ ഈ കാണുന്നതാണ് ഇതിനകത്തുള്ളൊരു വീട്. മൊത്തം 3 ബെഡ്റൂം, ഹാള്, അടുക്കള, സിറ്റ് ഔട്ട് എന്ന് വേണ്ട എല്ലാ സൗകര്യവും ഉള്ള സാധാരണ ഒരു വീടാണ്. അത്യാവശ്യം ഒരു കുടുംബത്തിന് താമസിക്കാൻ സൗകര്യത്തിനുള്ള നല്ലൊരു പാകത്ത് ഒതുങ്ങിയ വീടാണ്. പിന്നെ ഇതാ ഇതില് മൊത്തത്തിൽ നോക്കുമ്പോ എന്നുള്ളൊരു പച്ചപ്പൊക്കെ കണ്ടില്ല ഞങ്ങള്. പറമ്പിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒന്ന് നോക്കിക്കേ. ഇനി നോക്കിക്കേ, ഇവിടെ കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വാഴയൊക്കെ കുലച്ചാണ്ട് നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല വളക്കൂറുള്ള മണ്ണാണ്. കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരിട്ടോ. വെറും 20 ലക്ഷം രൂപയായിട്ട് പോന്നു കഴിഞ്ഞാൽ ഈ 2 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് സ്വന്താക്കാം. ഫുള്ള് പച്ചപ്പാണ്, നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറും, വെള്ളത്തിന് നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. പറമ്പിൽ എല്ലാ സാധനങ്ങളും നനയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല വെള്ളത്തിന്റെ ഒരു സൗകര്യം ഉണ്ട്. പിന്നെ തെങ്ങൊക്കെ ആണെങ്കിൽ മൊത്തം ഏകദേശം 10 തെങ്ങാണുള്ളത്. ഇതാണ് കണ്ടില്ല, തെങ്ങൊക്കെ കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന, അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന തെങ്ങൊക്കെയാണ്. തെങ്ങിന്ന് വരുമാനം ഉണ്ട്. അതുപോലെ കവുങ്ങുണ്ട്, ജാതി ഉണ്ട്, റബ്ബർ ഉണ്ട്. അത്യാവശ്യം എല്ലാവിധ വരുമാനങ്ങളും ഉള്ളൊരു മുതലാണ് ഇപ്പൊ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം 2 ഏക്കർ സ്ഥലം വെറും 20 ലക്ഷം ഉറുപ്പിക്ക് കൊടുക്കാന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന അടുത്ത് സ്കൂളോ അമ്പലോ പള്ളിയോ അങ്ങനെ വിചാരിക്കുക. എന്തായാലും കുറെ ഉള്ള ഏരിയ ആണ്, കുന്നും മലയൊക്കെ വിചാരിക്കാവുന്നല്ല. ഇനി ഇതിന്റെ അടുത്ത് ഒരു 800 മീറ്റർ പോയി കഴിഞ്ഞാൽ അമ്പലം, പള്ളി, ചർച്ച്, സ്കൂള്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. പോസ്റ്റ് ഓഫീസ് ഉണ്ട്, റേഷൻ കട ഉണ്ട്, ATM സെന്ററുകൾ ഉണ്ട്, ഹോട്ടലുകൾ ഉണ്ട്, ക്ലബ്ബ് ഉണ്ട്, ഹൈസ്കൂൾ ഉണ്ട്, പിന്നെ പച്ചക്കറി, പലചരക്ക്, സ്റ്റേഷനറി കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, എന്ന് വേണ്ട മലഞ്ചരക്ക് നമ്മളെ ഈ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കടകൾ. നമുക്ക് നിത്യജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകും അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് 800 മീറ്റർ പോയി കഴിഞ്ഞാല്. പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, ടാക്സി സൗകര്യം ഉണ്ട്, എന്ന് വേണ്ട സകലമാന സൗകര്യങ്ങളും ഉണ്ട്. ഇനി വരെ നമുക്ക് 200 റബ്ബർ ഉണ്ട് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത്. അപ്പൊ ഇതിനകത്ത് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിനുള്ള മെഷീൻ വരെയാണ് ഇട്ടത്. മെഷീനൊക്കെ നല്ല സാധാരണ മെഷീനാണ്, നല്ല മെഷീനാണ്, നല്ല സ്മൂത്ത് കൊണ്ടിരിക്കെ, നല്ല അടിപൊളി മെഷീനാണ്. ഷീറ്റ് അടിക്കാനൊന്നും എവിടെ ആരെ പറമ്പിലും പോകണ്ട, അവനാന്റെ പറമ്പിൽ തന്നെ ഷീറ്റ് അടിക്കുക, പുക ഇടുക, ഉണക്കുക. അപ്പൊ ഇതാ കാണാണ് നമ്മള് വീട് കേട്ടോ. പിന്നെ ഇതാ ഈ കാണാണ് മെഷീൻ പെര. പിന്നെ നമ്മൾ നേരത്തെ കിണർ കാണിച്ചില്ല, അപ്പൊ അവിടുന്ന് വെള്ളം അടിക്കുന്നത് അതിനകത്തോട്ടാണ് കേട്ടോ, വെള്ള ടാങ്ക് ആണിത്. പിന്നെ ഇതാ ഇലക്ട്രിക് പോസ്റ്റ് ആണിത്, കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പറമ്പിൽ തന്നെയാണുള്ളത്. നമ്മൾ താഴെ കുറച്ച് റബ്ബർ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് തൈമരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിപ്പോ നമ്മൾ മൊത്തം 200 റബ്ബറാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തുള്ളത്. കണ്ടില്ലേ, അതേപോലത്തെ റബ്ബർ മരങ്ങളാണ്, വെട്ടിയൊന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാം 105 ഇനത്തിൽപ്പെട്ട നല്ല അടിപൊളി കണ്ടില്ല, ഓരോ എല്ലാം കണ്ടുപോയി ഒന്നിനൊന്നിനും മെച്ചമുള്ള നല്ല കിടിലം മരങ്ങൾ തന്നെ കേട്ടോ. എല്ലാം വെട്ടി നശിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. നമുക്ക് ഇനി അത്യാവശ്യം ഒരുപാട് കാലം ടാപ്പിങ് ചെയ്യാനുള്ള എന്താ പറയുക പട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മരത്തിലുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുനിന്ന് മൊത്തം 22 ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സീസണിൽ 22 ഷീറ്റ് എന്ന് പറഞ്ഞാൽ 800 ഗ്രാം വെച്ചിട്ടുള്ള ഷീറ്റുകളാണ് ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ല നിങ്ങൾ, മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല DRCയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി മരങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു സ്ഥലം ആര് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടൂലേ? അതെ, എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പൊ നമ്മൾ പറമ്പിന്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിക്കുന്നത് കേട്ടോ. പറമ്പിന്റെ ഈ ഒരു മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങള്, നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള പറമ്പാണ് ഈ കാണുന്നത്. അവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്, ഒക്കെ വലിയ വീടുകൾ തന്നെയാണുള്ളത്. ഇനി അപ്പുറത്തുള്ള പറമ്പിലെ എന്താ ഏകദേശം
കവുങ്ങ്, തെങ്ങ്, കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കൃഷികളുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിന്ന് ചെറുപുഴയ്ക്കുള്ള ഏകദേശമുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 കിലോമീറ്റർ ദൂരെ വരുന്നത്. അതുപോലെ പയ്യന്നൂരിന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പയ്യന്നൂർ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ കണ്ണൂരിലോട്ട് പോകാൻ ഏകദേശം ഒരു 65 കിലോമീറ്റർ, വെറും 65 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂർ ടൗണിലെത്താം. പിന്നെ കണ്ണൂരിലെ എയർപോർട്ടിലോട്ട് പോകാൻ വെറും 70 കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ളൂ. വിളിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മളോട് ചോദിക്കലുണ്ട് നമ്മളെ ഈ സ്ഥലത്തിൻ്റെ അടുത്തുള്ള എയർപോർട്ട് ഏതാണെന്നൊക്കെ. നമുക്ക് അടുത്തുള്ള എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടാണ്. 70 കിലോമീറ്റർ മാത്രം ദൂരം. പിന്നെ നമുക്ക് കോട്ടയം, പാല അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലോട്ടും പോകാനുള്ള ബസ് സൗകര്യങ്ങൾ എല്ലാ സൗകര്യവും ഉണ്ട്. നമുക്ക് ഈ 800 മീറ്ററിൽ പോയി കഴിഞ്ഞാൽ ബസ് സൗകര്യം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ സ്കൂളിൽ പിള്ളേരൊക്കെ വിടണമെന്നുണ്ടെങ്കിലൊക്കെ എല്ലാത്തിനും നല്ല സൗകര്യമുള്ള നല്ലൊരു കിഡിലൻ പ്രോപ്പർട്ടി. ഗവൺമെന്റ് സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള എളുപ്പം പോരിട്ടോ. ഇതാ ഈ ബാക്ക് സൈഡിലോട്ട് വരുമ്പോ ഇവിടെ ഉണ്ട് കേട്ടോ വെള്ളം, നല്ല വറ്റാത്ത വെള്ളമുള്ളതാണ്. ഇങ്ങോട്ടൊക്കെ നോക്കിയത് നല്ല വെള്ളം തെളിഞ്ഞ. ഒരുപാട് വീടുകളിലോട്ട് പോകുന്ന വെള്ളത്തിന്റെ സൗകര്യം കൂടി ആയിട്ടുണ്ട് അതില്. ഇത് ഫുൾ ടൈം ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. വേനൽക്കാലം ഫുള്ള് തീരുന്ന വരെ ഈ ഒരു വെള്ളം ഇതിനകത്തുനിന്ന് വരും. നല്ല തെളിഞ്ഞ വെള്ളല്ലേ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ ഒന്നും നേരിടാത്ത ഒരു ഏരിയ ആണ്. മെയിനായിട്ട് ആൾക്കാർ നമ്മൾ സ്ഥലങ്ങളൊക്കെ എടുക്കുമ്പോൾ നോക്കുന്നത് വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടോ, കറണ്ട് ഉണ്ടോ, വഴി ഉണ്ടോ എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള സ്ഥലമാണ്. വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അല്ലേ. ഇതേപോലത്തെ സ്ഥലം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലം കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. നല്ല അടിപൊളി സ്ഥലല്ലേ? അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി സ്ഥലമാണ്. തീരെ നല്ല വില കുറവില്ലേ? വില തീരെ കുറവാണ്. ഇതുപോലത്തെ നല്ല സ്ഥലം വേറെ എവിടെയും തോന്നുന്നില്ല. സ്ഥലം വെറും 20 ലക്ഷം രൂപയ്ക്കാണ്. 20 ലക്ഷമാണ് അവർ ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷിയൊക്കെ കണ്ടില്ല നിങ്ങൾ? അത്യാവശ്യം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ അത്യാവശ്യം നല്ല വളവൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിക്ക് വെറും 20 ലക്ഷം ചോദിക്കുന്നത്, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിനും ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അല്ലേ? അതെ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.